കടുത്ത ഇസ്രയേൽ വിരുദ്ധ നിലപാടും ഇസ്രയേലിനെ സഹായിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന പ്രസ്താവനയുമായി സോണിയാഗാന്ധി വന്നിരിക്കുന്നു. കുറേ നാളായില്ലേ സോണിയ മദാമയുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട്? ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇതുവരെ സോണിയയുടെ പ്രസ്താവനയൊന്നും വന്നിട്ടില്ല. കുറേ കാലമായി അവർ വല്ലാതെ നിശബ്ദതയിലായിരുന്നു. അവർക്ക് ഗുരുതരമായ ചില രോഗങ്ങളുണ്ട്, അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്ത 1-2 തവണ നമ്മൾ കേട്ടു. അപ്പോൾ നീണ്ട കാലത്തെ മൗനത്തിന് ശേഷം മൗനം പൊട്ടിച്ച് സോണിയാഗാന്ധി പൊടുന്നനവെ വന്നിരിക്കുന്നത് മുഴുവൻ ഇസ്രയേലിനെ ആക്ഷേപിക്കാൻ, ഇസ്രയേലിനെ പിന്തുണ കൊടുക്കുന്ന ഇന്ത്യയുടെ നിലപാടിനെ അധിക്ഷേപിക്കാനാണ്. സോണിയാഗാന്ധി ഇങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാം. അത് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഗാസയിൽ നടക്കുന്ന ഇസ്രയേലിൻ്റെ നടപടികളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ എസ് മുരളീധരൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ഇന്ത്യൻ ജഡ്ജിയായിരുന്നു. അയാൾ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു. ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നിട്ട് പറയുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമായിട്ടല്ല. കാരണം ഗാസയിൽ പുതിയ തലമുറ ഉണ്ടാവാതിരിക്കാൻ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയാണ് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട്. ഇത് പൊക്കി പിടിച്ചിട്ടാണ് സോണിയാഗാന്ധി പറയുന്നത് ഇന്ത്യക്കാരനായ ഒരു ജഡ്ജി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് മോദി മിണ്ടുന്നില്ല. ശരിയാണല്ലോ, കേൾക്കുമ്പോൾ തോന്നും ശരിയാണല്ലോ മോദി മിണ്ടുന്നില്ലെന്ന്. പക്ഷേ സോണിയാഗാന്ധി നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിൽ 100 കണക്കിന് ഹിന്ദുക്കളെ കൊന്നു. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മനുഷ്യനെ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിച്ചിട്ടുണ്ട്. എന്തിന്? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നു. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു, ഒരു പൂർണ്ണ ഗർഭിണിയായ 7 മാസമോ 8 മാസമോ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയപ്പോൾ അവളുടെ കുട്ടി പുറത്തേക്ക് വന്നു. ആ കുഞ്ഞിനെ റോഡിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന ചിത്രം വീഡിയോ വന്നു. സോണിയാഗാന്ധി മിണ്ടിയോ? നിങ്ങളൊരു അമ്മയല്ലേ, മിണ്ടിയോ? എന്തിന് 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരവാദികൾ പലസ്തീനിലല്ലോ ഗാസയിൽ നിന്ന് നേരെ അങ്ങോട്ട് കയറി ഇസ്രയേലിൽ കയറി 1000-ലേറെ ആളുകളെ 1200 1500 ആളുകളെ കൊന്നു. കുഞ്ഞുങ്ങളെ മുടിക്ക് കുത്തിപ്പിടിച്ച് കഴുത്ത് വെട്ടിക്കൊന്നു. എവിടെയായിരുന്നു നിങ്ങളുടെ ധാർമ്മിക രോഷം? കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞോ? അത് ചെയ്യാത്ത നിങ്ങളിപ്പോൾ വന്നിട്ട് വളരെ പെട്ടെന്ന് ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. ഇത് വൈരുദ്ധ്യമല്ലേ? ഈ വൈരുദ്ധ്യത്തിന് എന്താ കാരണം? വളരെ സിമ്പിളാണ്. എന്തുകൊണ്ടാണ് ഇത്രകാലം മൗനത്തിലിരുന്ന സോണിയാഗാന്ധി വളരെ പെട്ടെന്ന് വന്നിട്ട് ഇസ്രയേലിനെ അധിക്ഷേപിക്കുന്നു, ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്നു? മോദിയുടെ ഈ നിലപാട് ലോകത്തിൻ്റെ മുന്നിൽ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരത ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇസ്രയേലിനെ ഭരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു. ആ നെതന്യാഹുമായി കൂട്ടുകൂടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഭീകരനാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. നിങ്ങളുടെ കൂറ് ആരോടാണ്? മാനവികതയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ മാനവികത എന്ന് പറയുന്നത് ഗാസയിലെ ആളുകൾക്ക് മാത്രമാണോ? ഗാസയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ നൊമ്പരം മാത്രമാണ് നിങ്ങളുടെ നൊമ്പരം അല്ല. നിങ്ങളൊരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, ഹിന്ദ് രജബ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം. ഹിന്ദ് രജബ് 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. 2024 ഒരു കാറിൽ ഹിന്ദ് രജബ് എന്ന് പറഞ്ഞ പെൺകുട്ടി, ആ കഥയോടെ പറയാം, നമ്മൾ അതെല്ലാം പറഞ്ഞു പോകണമല്ലോ. പോകുമ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായി, അവളുടെ കുടുംബത്തിലെ എല്ലാവരും കൊല്ലപ്പെട്ടു. 6 വയസ്സുള്ള കുട്ടി അവിടെ ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു മൊബൈൽ ഫോൺ എടുത്ത് റെഡ് ക്രസൻറ്റിന്, അവിടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് പറ്റത്തില്ലോ, ക്രോസ് കുരിശ് ക്രിസ്ത്യാനിയുടെ ചിഹ്നമായതുകൊണ്ട് മുസ്ലിമിന് ഹറാമായതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രസൻറ്റ് ചുവന്ന ചന്ദ്രക്കലയാണ്. ഈ അന്താരാഷ്ട്ര ജീവകാരുണ്യ സംഘടനയുടെ പേര് മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രസൻറ്റ് എന്നാണ്. എടുത്ത് റെഡ് ക്രസൻറ്റിനെ കുട്ടി വിളിക്കുന്നു, ആംബുലൻസ് വരുന്നു. ആംബുലൻസ് വന്നപ്പോൾ അടുത്ത മിസൈൽ വന്ന് വീണു, ആംബുലൻസ് തകർന്നുപോയി. അങ്ങനെ ഹിന്ദ് രജബ് എന്ന് പറയുന്ന ഈ കുട്ടി കൊല്ലപ്പെട്ടു. ഇപ്പോൾ അതിനെക്കുറിച്ച് മുരളീധരൻ എന്ന് പറയുന്ന ഈ മഹാനായ ജഡ്ജിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഹിന്ദ് രജബിൻ്റെ കാര്യം കണ്ടില്ലേ എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇസ്രയേലിൽ കൊല്ലപ്പെട്ട 4 വയസ്സും 2 വയസ്സും 3 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ? ഇസ്രയേൽ ഒരുപാട് റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളതൊന്നും വായിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ, അതറിയില്ലേ?
ഇറ്റാലിയൻ മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏകപക്ഷീയമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ദേഹത്ത് നിന്ന് ചോര പൊടിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കും. പക്ഷെ അവർ എത്ര വലിയ ക്രൂരത നടത്തിയാലും നിങ്ങൾ മിണ്ടില്ല. ഇതെന്തൊരു നയമാണ്? ലോകം മുഴുവൻ ചോദിക്കുന്ന ഇതാണ്. നിങ്ങൾ ഒക്ടോബർ 7, 2023 കുറിച്ച് മിണ്ടില്ല. തിരിച്ച് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കും. അതങ്ങനെയാണല്ലോ. ഗുജറാത്ത് കലാപം എന്ന് പറയും. ഗോദ്രയെ കുറിച്ച് മിണ്ടില്ല. ഇതെല്ലാം ഒറ്റ ഡിസൈനാണെന്നേ. എല്ലാം ഒറ്റ ഡിസൈനാണ്. ചുണ്ടങ്ങ കൊടുക്കും, വഴുതനങ്ങ മേടിക്കും. വഴുതനങ്ങ കിട്ടി എന്ന് പറഞ്ഞ്, വഴുതനങ്ങയല്ല മത്തങ്ങ കിട്ടി എന്ന് പറഞ്ഞ് നിലവിളിക്കും. ഇരവാദത്തിന് കൂട്ടു നിൽക്കുകയാണ് സോണിയാഗാന്ധി. ഇപ്പോൾ എന്തിനാ സോണിയാഗാന്ധി ഇത് പറഞ്ഞത് എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇവരുടെ മകളുണ്ടല്ലോ പ്രിയങ്ക ഗാന്ധി, വയനാട്ടിലെ പ്രധാനമന്ത്രി അല്ല, വയനാട്ടിലെ MP. ഈ സ്ത്രീ പാർലമെന്റിൽ വന്നത് ഓർക്കുന്നില്ല. ഒരു ബാഗ് തൂക്കിക്കൊണ്ടാ വന്നത്. ബാഗിൽ എഴുതിയിരുന്നു ഫ്രം ദ റിവർ ടു സീ. ഹമാസിന്റെ മുദ്രാവാക്യമാണ്, പലസ്തീൻ്റെ മുദ്രാവാക്യമാണ്. എന്താണ്? ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള മുഴുവൻ ഭൂപ്രദേശവും മുസ്ലിമുകളുടേതാണ്, പലസ്തീനുകളുടേതാണ്, ഹമാസിൻ്റേതാണ് എന്നുള്ള മുദ്രാവാക്യം. അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? നോക്കുമ്പോൾ വളരെ ഇമ്പമുള്ള മുദ്രാവാക്യം. നിങ്ങൾ മാനവികതയെക്കുറിച്ച് പറയുന്നു. ഈ മുദ്രാവാക്യം മെഡിറ്ററേനിയൻ കടൽ മുതൽ ജോർദാൻ നദി വരെയുള്ള പ്രദേശം മുഴുവൻ ഇസ്ലാമിൻ്റെതാക്കി മാറ്റിയാൽ ഇസ്രയേൽ ഇല്ലെന്നേ. ഈ സഞ്ചി തൂക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ജൂതന്മാരെ മുഴുവൻ കൊല്ലണമെന്നാണ്. ഇന്ത്യക്ക് അതിന് കൂട്ടു നിൽക്കാനൊന്നും പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സഖ്യമുള്ള രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേലിന് ബൈഡൻ്റെ കാലത്ത് ആയുധം കൊടുക്കാതിരുന്നപ്പോൾ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അൽ ജസീറ കാണിച്ചിട്ടുണ്ട്. ഗാസയിൽ വീണ ആയുധങ്ങളിൽ, മിസൈലുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നെഴുതിയത് അൽ ജസീറ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇന്ത്യ കൊടുത്തിട്ടുണ്ടെന്നേ. കപ്പൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കും. ഇന്ത്യക്ക് ആവശ്യം വന്നാൽ അവിടുന്ന് തരും. ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് ഇവിടെ സംയുക്തമായി ഒരുമിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകക്ഷിയായ CPM പ്രശാന്ത് ഭൂഷണെയൊക്കെ വെച്ച് സുപ്രീം കോടതി പോയില്ലേ ഇസ്രായേലിന് ആയുധം കൊടുക്കരുതെന്ന് പറയാൻ? അപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അതൊക്കെ സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്, കോടതി ഇടപെടേണ്ട കാര്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇന്ത്യക്ക് ഇസ്രയേലുമായി നല്ല ബന്ധമുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യയും നേരിടുന്ന പ്രശ്നം ഒന്നാണ്. ഇസ്ലാമിക ഭീകരവാദമാണ് ഈ രണ്ട് രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നം. ഞാനൊരിടത്തും വായിച്ചിട്ടില്ല, എങ്കിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇസ്രയേൽ എപ്പോഴോ പറഞ്ഞു എന്ന്, അതായത് ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് ഇസ്രയേൽ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. അത് ഡോക്യുമെൻ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശമുണ്ട്. അതുപോലെ കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത്, കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ മലമുകളിൽ ഇരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മളെ ആക്രമിച്ച് വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ പട്ടാളക്കാരെ അമേരിക്ക GPS തന്നില്ല. ഒടുവിൽ നമുക്ക് ആ മലനിരകൾ തിരിച്ചു പിടിക്കാൻ ദ്രാസിലെയും കാർഗിലിലെയും ടൈഗർ ഹില്ലിലെയും ഒക്കെ മലനിരകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് ഇസ്രയേൽ നൽകിയ സഹായം കൊണ്ടാണ്. ഇന്ത്യ മറക്കണോ? ആവശ്യം വന്നപ്പോൾ നമ്മളെ സഹായിച്ചവർ, അവരെ മറന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേവലം മതം മാത്രമാണ് നിങ്ങളുടെ അജണ്ട എന്നതുകൊണ്ട് അതിന് കൂട്ടുനിൽക്കാൻ ഇന്ത്യ ഭരിക്കുന്നത് മുസ്ലിം ലീഗോ കോൺഗ്രസ് എന്ന് പറയുന്ന ഇസ്ലാമിക പാർട്ടിയോ അല്ല. സോണിയാഗാന്ധി ഇപ്പോൾ ഇത് പറയുന്നത് സ്വാഭാവികമാണ്, ശ്രദ്ധ പിടിച്ചു പറ്റാനാണ്. സോണിയാഗാന്ധിയുടെ ദീർഘകാലത്തെ മൗനത്തിന് ശേഷം സോണിയ ഇത് പറയുമ്പോൾ ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടുമെന്ന് സോണിയയ്ക്ക് നന്നായിട്ടറിയാം. കാരണം അടുത്ത ഫെബ്രുവരി മാസത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലും നടക്കുന്നുണ്ട് കാമ്പയിൻ. എന്താണ്? ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ എന്തൊക്കെ കോലാഹലമാണ് നടക്കുന്നത്. അയോധ്യയിൽ വലിയ കൊള്ള നടന്നു. എന്താണ് അയോധ്യയിൽ കൊള്ള നടന്നത്? അവിടെ കാണിക്കയായി കിട്ടുന്ന പണം എണ്ണുന്ന ജീവനക്കാർ കുറേ പണം അടിച്ചുകൊണ്ട് പോയി. ശബരിമല നടന്നിട്ടില്ലേ? കേരളത്തിലെ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ പണം എണ്ണുന്നതിനുള്ള വ്യവസ്ഥ, അവിടെ പണമെണ്ണാൻ ഇരിക്കുന്നവർ അടിവസ്ത്രം ധരിക്കരുത് എന്നല്ലേ? എത്ര CCTV ദൃശ്യങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് രൂപ വഴിപാടായി വരുന്ന, ഒരു ദിവസം ശരാശരി 1 ലക്ഷത്തോളം ആളുകൾ നിത്യേന വരുന്ന രാമക്ഷേത്രത്തിൽ നടന്നു. ഇങ്ങനെ സത്യമാണ്, നടന്നു. കാണിക്കയായി കിട്ടുന്ന പണത്തിൽ നിന്ന് ചിലർക്ക് അടിച്ചുകൊണ്ട് പോയി. ചില ജീവനക്കാരൊക്കെ വളരെ പെട്ടെന്ന് സമ്പന്നരായി. സർക്കാർ എന്താ ചെയ്തത്? സംരക്ഷിച്ചോ?
പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. ഏതാണ്ട് 79 ലക്ഷം രൂപ തിരിച്ചു പിടിച്ചു. ബാക്കി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിൽ ശബരിമല കൊള്ള നടന്നു. സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോയി. ദേവസ്വം ബോർഡിലെ എത്ര പേരെ പിടിച്ചു? പിടിച്ചവരെയൊക്കെ ജാമ്യം കിട്ടുന്ന തരത്തിൽ രക്ഷിക്കുന്ന പരിപാടി ചെയ്തു. പക്ഷേ ഇപ്പോൾ ഉത്തർപ്രദേശിൽ രാമൻ്റെ പേരിൽ ഒരു വികാരം ഉണ്ടാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് കോൺഗ്രസ്, അഖിലേഷ് യാദവ് ഒക്കെയാണ്. ഇന്ത്യയിലെ മുഴുവൻ മീഡിയ എന്നില്ല, കേരളത്തിലെ മീഡിയകൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. രാമക്ഷേത്രത്തിൽ എന്തോ സംഭവിച്ചു? കാണിക്ക എണ്ണുന്നിടത്ത് നിന്ന് വഴിപാടായി കിട്ടിയത് കുറേ ജീവനക്കാരെ അടിച്ചുകൊണ്ട് പോയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഈ കരാർ കൊടുത്തിരുന്നത്. അവർ കുറേ കരാർ ജോലിക്കാരെ പുറത്തുനിന്നും വെച്ചു. അവരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ജീവനക്കാരും പണം അടിച്ചു മാറ്റി. അന്വേഷണം നടക്കുന്നു, നടപടിയെടുക്കുന്നു. അതിന് നരേന്ദ്രമോദിയെ വരെ ഇന്ന് ഏഷ്യാനെറ്റ് ചാനലിൽ ഞാൻ കണ്ടു, പഴയ വിഷ്വൽസ് കാണിക്കുക. നരേന്ദ്രമോദി പോയി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉൾപ്പെടെ. ഇത് കേരളത്തിൽ എവിടെയാണ് നടക്കാത്തത്? അതാ ഞാൻ ചോദിച്ച, കേരളത്തിലെ ജീവനക്കാർ, ക്ഷേത്ര ജീവനക്കാർ കാണിക്ക എണ്ണുമ്പോൾ അടിവസ്ത്രം ധരിക്കരുത് എന്ന് പോലും നിയമമുണ്ട്. ഇതെല്ലായിടത്തും നടക്കുന്നു. മനുഷ്യനാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ദേവസ്വം ജീവനക്കാരിൽ മഹാഭൂരിപക്ഷവും അന്തംകമ്മികളാണ്. CPM-കാർ കയറ്റിവിട്ട സഖാക്കന്മാരാണ്. അതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അയോധ്യയിലൊന്ന് ചോദിക്കും, അയോധ്യയിൽ CPM-കാരൊന്നും ആയിരിക്കില്ല. ചിലപ്പം ഹിന്ദുക്കളായിരിക്കാം, ചിലപ്പോൾ BJP-ക്കാർ പോലും ഉണ്ടായിരിക്കാം, ചിലപ്പം വിശ്വ ഹിന്ദു പരിഷത്തിനോട് അനുഭാവമുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന, സ്വന്തം അമ്മയെ വരെ വിൽക്കുന്ന ചില മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് സംഭവിച്ചതാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു, മുഴുവൻ പേരെയും നടപടിയെടുക്കും, അതിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ ഈ അടുത്ത ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാകെ ഉണ്ടാക്കുന്ന ചില പ്രവണതകൾ, അയോധ്യ പറയും, ഇനി ഗാസയെക്കുറിച്ച് ചർച്ച ചെയ്യും, ഇസ്രയേലിനെ അധിക്ഷേപിക്കും, ഇസ്രയേലിൻ്റെ പിണിയാളാണ് നരേന്ദ്രമോദി എന്ന് പറയും, മോദിയുടെ നെതന്യാഹുവും തമ്മിലുള്ള സൗഹൃദത്തെ തള്ളിപ്പറയും, ഇന്ത്യ അതിൻ്റെ പരമ്പരാഗതമായ പലസ്തീൻ നയത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറയും. ഇത് കൃത്യമായ അജണ്ടയാണ്. മുസ്ലിം അപ്പീസ്മെൻറ്റുമായിട്ട് സോണിയാഗാന്ധി വന്നിരിക്കുന്നു. കൃത്യമായി തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അപ്പോഴും മനുഷ്യാവകാശം എന്ന് പറയുന്നത് ലോകത്ത് മുസ്ലിമിന് മാത്രമുള്ളതല്ല. അത് കോൺഗ്രസ് മറന്നു പോകുന്നു. കോൺഗ്രസ് എന്ന പേര് മാറ്റിയിട്ട് കോൺഗ്രസ് അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഈ പാർട്ടി അങ്ങ് ലയിപ്പിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വയനാട്ടിൽ ജയിക്കാമല്ലോ, സ്ഥിരമായി ജയിക്കാം. ലജ്ജ വേണം, ലജ്ജ. സോണിയാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവ് കുറേ കാലത്തെ മൗനത്തിന് ശേഷം വീണ്ടും ഇസ്രയേലിനെ അധിക്ഷേപിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജൂതവിരുദ്ധത പകൽ പോലെ തെളിഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.